for flight GA642 to Rome, please go to gate 26. മേടേ ഇന്നലെ പെണ്ണ് കാണാൻ ചെറുക്കം വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ചെറുക്കൻ വന്നില്ലല്ലോ. ഇല്ലേ? ചെറുക്കന്റെ വീട്ടുകാരെല്ലാരും വന്നത്. ചെറുക്കൻ ദുബായിലല്ലേ സാറേ? ഇപ്പൊ ഉള്ള ഫ്ലൈറ്റിന് വരത്തേ ഉള്ളു. മേഡത്തിന്റെ കല്യാണത്തിന് വേണം ഈ എയർപോർട്ട് അടച്ചിട്ട് എല്ലാവർക്കും അങ്ങോട്ട് വരാനായിട്ട്. അതിനെന്തോ നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കാം. ചെറുക്കൻ? അയ്യോ അല്ല അല്ല. ഹലോ, എവിടെ ധൃതി വെച്ച് പോണത്? അതെ, ഇവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്, ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കണ്ടിട്ട് പോയിട്ടുള്ളൂ. അത്രേ ഉള്ളു. ഭാര്യ വീട്ടിൽ കയറുന്നവരെ ഇടിച്ചു കയറിയൊക്കെ പോവാണോ? എന്നെ പോക്ക് കണ്ടിട്ട് എന്നെ സംശയം തോന്നുന്നു. എയർപോർട്ടിൽ ശംഭുവായിട്ട് വന്നിരിക്കുന്നോ? എന്നെ സംഭവം നിനക്കറിയാമോ? മനസ്സിലായോ? ഇത് ക്യാൻസർ പോലും പരത്തുന്ന മാരക രോഗം പരത്തുന്ന സാധനമാണ്. ഇതിന് അടങ്ങിയിരിക്കുന്ന എന്നാന്നറിയോ? കുപ്പിച്ചില്ലേ, പുകയില. ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന മാരക അബദ്ധം എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമോ? ഈ എയർപോർട്ടിൽ ഇനി മേലിൽ ശംഭുവായിട്ട് വരരുത് കേട്ടോ. പല മനസ്സിലായോ? വെക്കരുത്. അങ്ങോട്ട് പറയേ, നിന്റെ പാസ്പോർട്ട് കാണിച്ചേ. നിന്റെ ഫോട്ടോ അല്ലല്ലോ. അയ്യോ, നിന്റെ ഫോട്ടോയാ. നോക്കി, ഇതാണല്ലോ എന്റെ ഫോട്ടോ. ഇത് ഞാൻ മീശ ഇല്ലാതിരുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാ. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോർഡിച്ചപ്പോ വന്ന മീശ ഇപ്പൊ ഇത് ആണല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് മാറിയെന്ന് ഒരു ബ്ലേഡ് പറിച്ച് മീശ വടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് കാണിച്ചിട്ട് നീ പോയാൽ മതി കേട്ടോ. അല്ല, സാറ് പറഞ്ഞ പോലെ സാർ ഒരു ബ്ലേഡ് വാങ്ങിക്കുക, എന്നിട്ട് ഇയാളുടെ മീശ ഒന്ന് വടിച്ചു നോക്ക്. എങ്ങനെ? അല്ല, മീശ വടിച്ച് നോക്കാന്ന് നമുക്ക്. ഒരു കാര്യം ചെയ്യ്, മീശ വടിച്ച് ഫോട്ടോ കാണിച്ചിട്ട് പോയാൽ മതി. എയർപോർട്ട് ഒന്നാമതേ മന്ത്രി വരുന്ന ദിവസമാ. ചെക്കിങ് ശക്തമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. കാണിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നു. ഇത് എയർപോർട്ടാണ്, അല്ലാതെ സെക്രട്ടേറിയറ്റ് അല്ല. ഇവിടെ കിടന്ന് മുദ്രാവാക്യവും ബഹളവും ഒന്നും പാടില്ല. അതൊക്കെ നമ്മൾ എയർപോർട്ടിന് വെളിയിലേക്ക് കാല് കുത്തുമ്പോ തുടങ്ങിക്കോണം. മനസ്സിലായില്ലേ? ഞാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മിനിസ്റ്ററാണ്. മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് താൻ. ആ ഡിഗ്നിറ്റി താൻ മറക്കരുത്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ വിചാരിച്ചത് സാധാരണ മന്ത്രിമാരൊക്കെ വരുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് മന്ത്രിയുടെ പുറകിലുണ്ടാവും. പക്ഷെ സാർ ഒരാളെ മാത്രമല്ലേ കൊണ്ടുവന്നുള്ളൂ. കൂട്ടമായി വരും, സിംഹം സിംഗിളായി വരും. സാറിന് സിംഗിൾ ആണെങ്കിൽ എനിക്കൊരു ഡബിൾ തന്നെ. ഓംപ്ലേറ്റിന്റെ കേസല്ലേ പറഞ്ഞേ? സാർ ഏത് വകുപ്പായിരുന്നു? എന്റെ വകുപ്പ് അറിയില്ല. അയ്യോ, കഷ്ടം. വകുപ്പാണ്. ഏത് വകുപ്പാന്ന് മനസ്സിലായി? മത്സ്യബന്ധന വകുപ്പ്. ഇതെന്താ ഈ ഫിഷറീസ് എടുത്തത്? അതെന്താന്നറിയാമോ? മീൻതല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീനിന്റെ ഒരു സംഗതി ഞാൻ വെറുതെ കളയത്തില്ല. നിങ്ങൾക്കറിയാമോ, ഈ മീനിന്റെ ചെകിളയില്ലേ, ചെകിള മാത്രം ഞാൻ പറിച്ചെടുത്തിട്ട് അതിനകത്ത് ഉപ്പ് കുരുമുളക് ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഞാനൊരു വിഭവം ഉണ്ടാക്കും. എന്നിട്ട് മാക്ക് ഞാൻ ചോറിന്റെ കൂടെ അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഫിഷറീസ് വകുപ്പ് തിരഞ്ഞെടുത്തത്. ഇപ്പൊ ശരിയായി. അപ്പൊ ശരി, എന്നാ ഒരു മിനിറ്റ് സാറേ, ഇത് സാറിന്റെ വെട്ടിയായിരുന്നോ? അത് എന്റെ ലഗേജ് ആണ്. ആണോ? ഇതേ ശരിക്കും ആ ലഗേജ് ഓവർ വെയിറ്റ് ആയിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഓവർ വെയിറ്റ് ആയിരുന്നു. അത് മന്ത്രിയുടെ ഒന്നും അറിയത്തില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ 2 സോപ്പ് അതിന്റെ അകത്തുനിന്ന് എന്ത് പരിപാടിയോട് നിങ്ങൾ കാണിച്ചത്? അയ്യോ, വീട്ടിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാണിത്. ആ മന്ത്രിയുടെ ലഗേജ് ചെയ്യുന്ന സാധനങ്ങൾ എടുക്കാന്ന് പറഞ്ഞത് എന്ത് മര്യാദ കേടാണ് നിങ്ങൾ കാണിച്ചത്? അല്ല സാർ, നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും? വീട്ടിൽ കൊണ്ടുപോകാൻ എടുത്തതല്ല, ഓവർ വെയിറ്റ് ആയതുകൊണ്ട് എടുത്ത് മാറ്റിയതാ. എന്റെ പൊന്നു സാറേ, സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാനും നോക്കുമ്പോ ഓവർ വെയിറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഷാമ്പു അങ്ങ് എടുത്തായിരുന്നു. ഓവർ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ടായിരുന്നു. ഈ ബാഗ് കൊണ്ട് സൂക്ഷിച്ചു വെച്ചല്ലേ ഇതൊരു ഓവർ വെയിറ്റ് ആണെന്ന് പറഞ്ഞ് ഈ ബാഗ് കൂടെ അയാൾ വിഴുങ്ങും. മനസ്സിലായോ? എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞാൻ അല്ല സാർ, പോലെ അല്ല, പോവാൻ വരട്ടെ. ചെറിയൊരു ഫോർമാലിറ്റി ഉണ്ട് ഇവിടെ. അല്ല, ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞല്ലേ? ഞാൻ ഗ്രീൻ ചാനലിലൂടെയാണ് വന്നത്. ഞാൻ മിനിസ്റ്റർ അല്ലേ? ഓക്കെ സാറേ, ശരി. ഹലോ, നമുക്കൊന്ന് സാറിനൊന്ന് ചെക്ക് ചെയ്യണ്ടേ? വേറൊരു കാര്യമുണ്ട്, മന്ത്രിയാണ്. നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല.
നമ്മുടെ ജോലിനെ ബാധിക്കും. അതുകൊണ്ട് ഒരു നയത്തിന് വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ. ഇതിപ്പോ കൺഫേം ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. കൺഫേം ആണെന്ന് തോന്നുന്ന അതപ്പോ അങ്ങനെ വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാം. പിന്നെ പറയത്തേ ഇല്ലടാ. പഴയ പോട്ടെ മീശ ഇല്ലായിരുന്നു. സാർ ഒരു സംഭവം ഉണ്ട് സാർ. എന്താണ്? അത് സാറിന്റെ ഈ ബാഗ് അവിടെ സ്കാൻ ചെയ്തില്ലായിരുന്നോ? ചെയ്തിരുന്നു. അപ്പൊ സാറിന്റെ വയർ ഒന്ന് സ്കാൻ ചെയ്തിട്ടുണ്ട്. ആരോട് ചോദിച്ചിട്ട്? ഇത് ആരോട് ചോദിച്ചിട്ട്? എന്റെ അനുവാദമില്ലാതെ എന്റെ വയർ എന്തിന് സ്കാൻ ചെയ്തു? പൈസ കൊടുക്കരുത്. ഞാൻ കൊടുക്കത്തില്ല. നീ കൊടുത്തോ? നീ വിവരം അറിയും. ഇല്ല, കൊടുക്കത്തില്ല. ഞാൻ മാറ്റിക്കളയും. ഞാൻ വേറെ ആളുടെ വെക്കും. അല്ല സാർ, പൈസ വേണ്ട. പൈസ വേണ്ട. പൈസ വേണ്ട. എന്നാ അതിന്റെ റിപ്പോർട്ട് അല്ല, ആ റിപ്പോർട്ടിൽ കിട്ടണം. അല്ല, ആ റിപ്പോർട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട് സാർ. ഉണ്ട്. സാറിന്റെ വയറില് വൻകുടലും ചെറുകുടലും അല്ലാതെ വേറെ എന്തോ ഒരു സാധനം മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ കുരുത്ത് ഇങ്ങനെ കിടക്കുന്നു. മഞ്ഞ കളർ ചൂണ്ട പോലെയാണോ? അതെ അതെ, ചൂണ്ട പോലെ. അല്ല, അതെന്നാ സാറേന്നറിയോ സാറേ, ഒരു മഞ്ഞ കളർ ഇങ്ങനെ സാർ രാവിലെ എന്താ കഴിച്ചത്? രാവിലെ ഞാൻ പഴംപൊരി. കൊല്ലും. ഇത് എയർപോർട്ടാണ്. മനുമായി സംസാരിക്കൂ. ബനാന ഫ്രൈ. ബനാന ഫ്രൈ. ഒരു മിനിറ്റ് സാർ. ഹലോ. ബനാന ഫ്രൈക്ക് മഞ്ഞ കളറാണ് സാറേ. അത് തെറ്റിദ്ധരിച്ചായിരിക്കും അവര്. അത് കൺഫേം ആണ് സാർ. അതാണെന്നാ പറയുന്നത്. അല്ല, ചോദിക്കാം. ഞാൻ ചെന്ന് വിളിക്കാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊരു പബ്ലിക് ഏരിയ ആണ്. ഒരു മന്ത്രിയെ നമുക്ക് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. സാർ ഒരു പണി ചെയ്യണം, റൂമിലേക്ക് സാറിനെ വിളിച്ചോണ്ട് പോകണം. ഏതാണ്ട് കൺഫേം ആണെന്ന് അല്ല, പറയുന്നത്. കൺഫേം അതായിക്കോട്ടെ. സാറിനൊന്നും നമുക്ക് അങ്ങനെ ചോദ്യം ചെയ്യാം. ഒരു കാര്യം, മേഡം ഒന്ന് വിളിച്ചു. ഞാൻ ഒന്ന് വിളിച്ചു. വരത്തില്ല. ആര് വിളിച്ചാലും സാർ ഇവിടുന്ന് ഒരടിയാണെങ്കിൽ ഞാൻ പറയണം. പി എസ് ഉണ്ടായിരിക്കും. അവര് സംസാരിക്കട്ടെ. PS എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അത് PA അല്ലേ? PA എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രൈവറ്റ് സെക്രട്ടറി ആകും? നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. PA എങ്ങനെയാണ് പ്രൈവറ്റ് സെക്രട്ടറി ആകും? PS ആണ്. സാർ, എന്താണ്? നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയിരുന്നൊന്ന് സംസാരിച്ചാലോ? അപ്പുറത്തെ റൂമിൽ പോയിരുന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിച്ചാലോ? PS, ഞാനിപ്പോ വരാം. അയ്യോ, മാഡം എന്നെ ക്ഷണിക്കുന്നു. ഞങ്ങൾ ഒരു അല്പനേരം സംസാരിച്ചിട്ട് ഇപ്പൊ വരാം. ക്യാമറ എല്ലാത്തിലും കറുത്ത തുണിയിട്ട് മൂടാൻ നോക്കും. ഒരു മിനിറ്റ് കേട്ടോ സാറേ, ഒരു മിനിറ്റ്. എന്താ കൺഫേം ആണോ? സംഭവം കൺഫേം ആണ്. ഒരു മിനിറ്റ്. എന്താണ് നിങ്ങൾ ഇതിപ്പോ എങ്ങനെ അദ്ദേഹം വന്നിരിക്കുകയാണ്. ഇങ്ങനെ പുറത്തോട്ട് എടുക്കുന്നുള്ള ഞാൻ ഈ തൊണ്ടിമൂലം തൃശ്ശാരി സിനിമയെ കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മളിത് പയ്യെ പുറത്തോട്ട് എടുക്കേണ്ടി വരും. ആണോ സാറേ? അതെ, സാറിനെ ഒന്ന് കാര്യമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. എന്താണ് കാര്യം? എന്താണ് സാർ ജസ്റ്റ് ഇങ്ങോട്ട് നിന്ന് സാറേ. എന്താണ് പ്രശ്നം? എന്താണ്? സാറേ, മേളിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണ്? സാറിന്റെ വയറ്റില് ബിസ്ക്കറ്റ് ഉണ്ട്. സാറിന് വെച്ച് ബിസ്ക്കറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് അല്ലെങ്കിൽ പോന്നപ്പോ കടുവ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റാ സാറിന് എനിക്ക് തന്നില്ല. അത് സാറിന് ആ ബിസ്ക്കറ്റ് അല്ല, സാറിന്റെ വയറ്റില് സ്വർണ്ണം ഉണ്ട്. സ്വർണ്ണമുണ്ട്. സാറിന് വയറ്റിൽ സ്വർണ്ണമുണ്ട്. ഉണ്ടെന്ന് ഇല്ല. സാറിന് ചെറുപ്പത്തിൽ സാറ് വെളുക്കാൻ വേണ്ടി കാരണന്മാര് തേനി ചാലിച്ച് സ്വർണം കലക്കി തന്നില്ലേ? അതിവിടെ കിടപ്പുണ്ട്. അതിന്റെ അംശം ഇവിടെ കിടപ്പുണ്ട്. ആ അംശമൊന്നും അല്ല, ഇത് 1.5 കിലോ സ്വർണ്ണം ഉണ്ട് വയറ്റില്. ആ അംശം എല്ലാം കൂടെ ഉറഞ്ഞു കിടക്കുന്നതായിരിക്കും. അത് ഉറഞ്ഞു കിടക്കുന്നതല്ല, 1.5 കിലോ സ്വർണ്ണം സാറിന് വയറ്റിൽ കിടപ്പുണ്ട്. സാർ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ സ്വർണ്ണം കടത്തലാന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. സാറിന് വയറ്റിൽ സ്വർണ്ണം കിടപ്പുണ്ട്. സാറ് സത്യസന്ധരായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങള്. സാർ ഞങ്ങളോട് സഹകരിക്കണം. സാർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വരണം. ഇനിയുള്ള കാലം സാറിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഇരിക്കാം. അനധികൃതമായി സ്വർണ്ണം കടത്തിയിട്ട് സാറിനെ അറസ്റ്റ് ചെയ്യും. കേരള പോലീസിന് ഞങ്ങൾ കൈമാറുമ്പോ ഞാനൊരു മന്ത്രിയാണ്. നിങ്ങൾ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. എന്തായാലും ഒരു മന്ത്രി ചെയ്യേണ്ട കാര്യമാണോ സാർ ചെയ്തത്? പറഞ്ഞില്ലേ, ഇതിന് ചില പ്രോട്ടോകോളുകളുണ്ട്. എന്റെ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? മന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും പാടുള്ളൂ. മനസ്സിലായില്ലേ? സാറേ, ഇതിനൊരു പ്രോട്ടോകോൾ ഇല്ല. തെറ്റ് ചെയ്യുന്ന മന്ത്രിയാണെങ്കിലും രാജാവാണെങ്കിലും ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ. സാറിന് വൈദ്യ സ്വർണ്ണം ഉണ്ടെന്ന് കൺഫേം ആയി. സാറിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് സാറ് വാ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനി വരൂ. കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടേ? ഒരു കാര്യം നടന്നുകൊണ്ട് ഞങ്ങൾ പറയുന്ന കേക്ക് സുഹൃത്തെ 50-50. ഒരു 50-50 വേണ്ട. ഞങ്ങൾ സത്യസന്ധമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നവരെ സാറ് കാണിച്ച ഈ മോശമായ കാര്യമാണ്. സാറ് ജനപ്രതിനിധിയാണ് അല്ലേ? സാർ ഞങ്ങളോട് സഹകരിച്ചേ പറ്റത്തുള്ളൂ. എന്താ മോളുടെ പേരെന്താ? പേര് ഉഷ. ഉഷയുടെ വിവാഹം കഴിഞ്ഞാണോ? ഇല്ല. സ്വർണം വേണ്ടേ? സ്വർണ്ണം ഉണ്ടല്ലോ. പകുതി ഞാൻ സ്പോൺസർ ചെയ്യും. വേണ്ട, ഒരു ചെറിയ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സാറ് ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളോട് പോലീസ് സ്റ്റേഷനിൽ വരണം. അപ്പൊ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല? എന്നെ പരിശോധിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്.
വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. കൊള്ളാം. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ഈ നാടിന് ആവശ്യം. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇതെന്റെ ഒരു നാടകമായിരുന്നു. ഈ നാടകത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇതിലെ അഭിനേതാക്കളായിരുന്നു. മനസ്സിലായില്ലേ? ഇതെന്റെ ഒരു നാടകമായിരുന്നു. കാര്യം എന്താണെന്നറിയോ? ഞാനൊരു മന്ത്രിയാണ്. ഞാൻ വയറ്റിൽ സ്വർണ്ണം ഒളിപ്പിച്ചുകൊണ്ട് വന്നാൽ മന്ത്രി എന്ന പരിഗണന നൽകി എന്നെ വിട്ടയച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിച്ചേനെ. ഞാൻ വെളിയിൽ വിളിച്ചു പറഞ്ഞ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ഞാൻ ഏർപ്പാട് ചെയ്യുന്നു. പിന്നല്ലാതെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ സാറേ. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾക്ക് ആവശ്യം. സാറാണ് ശരിക്കും ഒരു നടൻ. സാറിന് നാടകമായിരുന്നു. നാടകമായിരുന്നു. ആണ്ടേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച കിലോ കണക്കിന് സ്വർണ്ണം സാറിനെ വയറ്റി വെച്ചോണ്ട് കൊണ്ടുവന്നത് നാടകമായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ സാർ ഒരു 150 നാടകങ്ങളും കളിച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ഒരു ജനപ്രതിനിധിയായിട്ട് വന്നിട്ട് എയർപോർട്ട് വഴി സ്വർണം കടത്തലാണ് സാറിന്റെ ജോലി അല്ലേ? ഇനി നമുക്ക് ഈ നാടകം കളി അങ്ങ് സെൻട്രൽ ജയിലിൽ ഉണ്ട നിന്നോണ്ട് കളിക്കാം കേട്ടല്ലോ. ആ നാടകത്തിന് ഞങ്ങൾ നല്ലൊരു പേര് ഇടും. പൊന്മുട്ടയിടുന്ന താറാവെന്നാണോ? അല്ല, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. Comedy Masters.